السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സുഹൃത്തുക്കളെ, വിശിഷ്യ ഉസ്താദുമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാം നാളെ പാരത്രിക ലോകത്ത് ഒരു മുതൽക്കൂട്ടായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാവട്ടെ. നല്ല വിഷയങ്ങൾ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ള മാർഗം എപ്പോഴും എളുപ്പമാക്കി തരുമാറാവട്ടെ. നല്ലത് മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരാൻ, പഠിപ്പിച്ചു തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഭാഗ്യം കൊടുക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് വരട്ടെ. എല്ലാവരും 233 ID ആണ് ഇപ്പൊ നമ്മുടെ വാലക്സിലുള്ളത്, നമ്മുടെ റൂമിലുള്ളത്. അപ്പൊ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യും. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? എനിക്ക് കട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ അല്പം ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. അതിനിടയ്ക്ക് നമ്മുടെ അബൂസാജി ഉസ്താദിന്റെ സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഉസ്താദ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വിവരം അറിയിക്കണം. ഉസ്താദിന്റെ മുകളിലേക്ക് കൊണ്ടുവരികയും വേണം. ഉസ്താദ് ഇപ്പോൾ ഓഫ്ലൈനിലാണ് കാണുന്നത്, ഓൺലൈനിലാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അബൂസാജി ഉസ്താദ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇന്ന് മുതൽ മിക്കവാറും വരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല ബർക്കത്ത് ചൊരിഞ്ഞുമാറാവട്ടെ. ഇനി എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താണ്. കട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇവിടെ അത്യാവശ്യം നെറ്റ് സ്പീഡൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ കട്ട് എന്തുണ്ടോന്ന് അറിയില്ല. ഏതായാലും കട്ടില്ലാത്ത രൂപത്തിൽ ക്ലാസ് കേൾക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കട്ടില്ല, കട്ടുള്ളവർക്കൊരു ചെറിയ പോംവഴി ഉണ്ടായിരുന്നല്ലോ. അവരെ സ്ക്രീന് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി, ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. സ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്താൽ ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. റീസ്റ്റാർട്ട് വേണമെന്നില്ല. അതെല്ലാം സംവിധാനം ഉണ്ടല്ലോ. നമ്മളെ മൗസിന്റെ റൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ വെച്ചിട്ട്, നമ്മുടെ റൂമിന്റെ ഡിസ്പ്ലേയിൽ വെച്ചിട്ട് മൗസ് സ്ക്രീനിൽ വെച്ചുകൊണ്ട് ക്ലിയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കോപ്പി ക്ലിയർ സ്ക്രീൻ എന്ന് കാണാം. അപ്പൊ താഴെ ക്ലിയർ സ്ക്രീൻ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുവരെയുള്ള എഴുത്തുകളൊക്കെ മാഞ്ഞു പോകും. നമ്മളെ ക്ലിയർ ആക്കി കിട്ടും. ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ലൈവ് കൊടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഹാങ് ഒഴിവാക്കി കിട്ടാൻ ഏറ്റവും നല്ലൊരു സൂത്രമാണ്, ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ എല്ലാവരും ഇന്ന് കൈതാത്തിക്കൊള്ളേ, ഇന്നെല്ലാവരും കൈതാത്തിക്കൊള്ളേ. കൈ പൊങ്ങിയ ആളുകളൊക്കെ താത്തിക്കൊള്ളേ. ഇന്നത്തെ വിഷയം ബാനർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഇന്നത്തെ വിഷയം, നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞു, നമ്മൾ എല്ലാ ക്ഷണവും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. സ്വീകരിക്കേണ്ടതാത്ത കുറെ ക്ഷണങ്ങൾ, സ്വീകരിക്കൽ നിർബന്ധമില്ലാത്ത ക്ഷണങ്ങൾ, ഇതേക്കുറിച്ചാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. കാരണം സ്വീകരിക്കൽ നിർബന്ധമില്ലാത്ത ക്ഷണങ്ങൾ, എല്ലാ ക്ഷണവും നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഏതൊക്കെ കാര്യത്തിനാണ് നമ്മൾ പോകണ്ടാത്തത് എന്നൊന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആതിഥേയന്റെ മര്യാദ പറഞ്ഞു, ആതിഥിയുടെ മര്യാദകൾ കുറച്ചൊക്കെ പറഞ്ഞു. ഇനി സ്വീകരിക്കൽ നിർബന്ധമില്ലാത്ത ക്ഷണം എന്ന ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാറുള്ളത്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ആര് വിളിക്കുമ്പോഴേക്കും ബിരിയാണി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് പോകാൻ പറ്റുന്നത്, പോകാൻ പറ്റാത്തത് എന്നൊക്കെ നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓ മാഷാ അല്ലാഹ്, അപ്പൊ സാജി ഉസ്താദിനെ എത്താൻ കഴിയില്ല എന്നല്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പൊ ഇനി നമുക്ക് അല്പം നേരം തുടരാം. എന്റെ ഇടക്ക് ഞാനൊന്ന് ഇറങ്ങി കയറും, കാരണം വാങ്ങി വിളിക്കുന്ന സമയത്തേ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ മൈക്ക് എടുക്കുന്ന ആളുകളോട് ഒരു വിഷയം പറയാനുള്ളത്,
കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് നമ്മൾ ഒരാൾ മൈക്ക് വിട്ട് താൽക്കാലികം മറ്റു ബാങ്കിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും പെട്ടെന്നൊന്ന് വിട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് മറ്റു സ്പീച്ച് കൊണ്ടുവെക്കരുത്. അപ്പൊ എന്തെങ്കിലും ഗാനങ്ങൾ വെക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ മൈക്കെടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗാനങ്ങൾ വെക്കുക എന്നല്ലാതെ ഒരിക്കലും നമ്മളൊരു സ്പീച്ച് വെക്കരുത്. അത് മറ്റൊരു പ്രശ്നമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ നമ്മൾ സ്പീച്ച് വെക്കുമ്പോൾ 2 സ്പീച്ചും പരസ്പരം റൂം മാറിപ്പോയതാണോ, അവിടെയും സ്പീച്ച് ഇതുവരെ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇടയ്ക്ക് എന്ത് സംഭവിച്ചുള്ള ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് 1-2 പ്രാവശ്യം റേഡിയോത്തിൽ കേട്ടപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നെങ്കിൽ ആ വിഷയം സംബന്ധിച്ച് ഒരു 5 മിനിറ്റ് അല്ലേ നിങ്ങൾക്ക് 5 മിനിറ്റ് വേണ്ട 1-2 മിനിറ്റ് സംസാരിക്കാം. അതല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു ചെറിയൊരു പാട്ട് ഏതെങ്കിലും ഏതെങ്കിലും ഗാനം കൊടുത്താൽ മതി. യോജിച്ച ഏതെങ്കിലും ഗാനം കൊടുക്കാം, നല്ലത് നമുക്ക് കേൾക്കാൻ പറ്റിയ എന്തെങ്കിലും ഇമ്പമുള്ള ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ അതും കുഴപ്പമില്ല. ഫ്രീ ആക്കി ഇടാൻ പാടില്ല. പിന്നെ അവിടെ സ്പീച്ചും നിങ്ങൾ കൊടുക്കരുത്. അതേസമയത്ത് സ്പീച്ച് കൊടുക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടും. ആ സമയത്ത് നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം. അവിടെ പാട്ട് വെച്ച് വെറുതെ പാട്ട് വെച്ച് സമയം കളയുകയും ചെയ്യരുത്. ഇത് ചെറിയൊരു സമയത്തിനിടക്ക് നിങ്ങളിതാണ് ചെയ്തൽ ഏറ്റവും നല്ലത് എന്ന് എന്റെ ഒരു അഭിപ്രായമാണ്. അത് കുറെ ആളുകൾ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരോടും കുറെ ആളുകളുടെ അഭിപ്രായമാണെന്ന് വിചാരിച്ച് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏതോ ആവട്ടെ. അപ്പൊ നമ്മള് ഒരു സദ്യക്ക് വിളിച്ചാൽ പോകണ്ട എന്ന് പറഞ്ഞ ഒന്നാമത്തെ വിഷയം ഏതാണെന്നറിയോ? നമ്മൾ പോകുന്ന ആ സദ്യയിൽ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ട് എന്ന് നമ്മൾ തോന്നിയാൽ ആ സദ്യയിലേക്ക് നമ്മൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഹറാമുള്ള ഭക്ഷണമാണ് ഉള്ളത് എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ ആ സദ്യയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ഇവൻ ഏതെങ്കിലും ഹറാമിന്റെ ബിസിനസ് നടത്തുന്ന ആളാണ്, അപ്പൊ അതിൽ കിട്ടുന്ന സംഖ്യ കൊണ്ടാണ് ഇവിടെ ഇവന് വിരുന്ന് വിളിച്ചത്, നമ്മളെ സദ്യ ഒരുക്കിയത് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ടതില്ല. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇവന് എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്ന ഏതെങ്കിലും മൃഗത്തിനെ അറുത്ത് അതിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം വിളമ്പുന്നത്, എന്നാൽ അതിലും പോകണ്ട. അല്ലെങ്കിൽ ഒരു അർത്ഥതല്ലാത്ത ചത്തതായ അർത്ഥകൊണ്ട് ജീവമായതല്ലാത്ത ചത്തതായ ഏതെങ്കിലും ശവത്തിനെയാണ് ഇവൻ അന്ന് ഭക്ഷണത്തിന് വേണ്ടി വെച്ചത്, അങ്ങനെയാണെങ്കിൽ പോകേണ്ടതില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് സംശയം വരും, അങ്ങനെ ആരെങ്കിലും ചെയ്യോ, ചത്തതിനൊക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം വലിയൊരു പരിപാടി നടത്തിയ സമയത്ത് ഒരു പശു, ആ പശുവിനെ ഈ ചത്ത പശുവിനെയായിരുന്നു ഈ കല്യാണ വീട്ടിലേക്ക് എത്തി. പക്ഷേ 2 കഴിഞ്ഞപ്പോൾ അത് പൊളിഞ്ഞു, ആകെ പ്രശ്നമായി. ആ ഇറച്ചി കട പൂട്ടി, അവരിപ്പോഴും ജയിൽ തന്നെയാണുള്ളത്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് അറിഞ്ഞാൽ ഇവിടെ അർത്ഥ ഈ സാധനം, ഈ മൃഗം അത് യഥാർത്ഥമായി നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയതല്ല എന്ന് തോന്നിയാൽ അവിടെ ആ വീട്ടിലേക്ക് നമ്മൾ പോവേണ്ട ആവശ്യമില്ല. ആ ഇറച്ചിക്കടയും പൂട്ടി, എല്ലാം പൂട്ടി, അവർ ജയിലിലും പോയി. കുറെ ആളുകൾ നാട്ടുകാരെ മൊത്തത്തിൽ അവർ ഭക്ഷിപ്പിച്ചത് ഈ ചത്ത പശുവിന്റെ ഇറച്ചിയായിരുന്നു എന്നാ. സ്ഥലം ചോദിക്കണ്ട, സ്ഥലം ചോദിച്ചാൽ പ്രശ്നമാണ്. അതുകൊണ്ട് സ്ഥലം പറയുന്നില്ല. കാരണം എനിക്ക് നാളെയും ഈ ബൈക്കിൽ പോകാനുള്ളതാണല്ലോ. അതുകൊണ്ട് ആ വിഷയം ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും അതിവിദൂരമല്ലാന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആ രൂപത്തിൽ ആ ഭക്ഷണത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ട് എന്ന് തോന്നിയാൽ ആ സദ്യയിലേക്ക് പങ്കെടുക്കാൻ വിളിച്ചാൽ നമ്മൾ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല. അങ്ങോട്ട് പോകാതിരിക്കലെന്നല്ല ഇയ്യാട്ടുകാരൻ വരുന്ന അറിയാന്ന് പറയുന്നുണ്ട്. കാരണം ഇയ്യാട് നമ്മുടെ നാട്ടിലാണ്, അപ്പൊ അദ്ദേഹത്തിന് അതറിയാം. ആയിക്കോട്ടെ, ഏതായിരുന്നാലും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഒന്നുകിൽ ഈ സദ്യ ഒരുക്കിയ സ്ഥലം, അല്ലെങ്കിൽ അവിടെയുള്ള വിരിപ്പ്, അല്ലെങ്കിൽ പാത്രങ്ങൾ, ഈ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താവട്ടെ അതൊക്കെ ഹറാമുള്ളതാണ് എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ എന്തെങ്കിലും ആണ് അവിടെ ഉണ്ടാവുക എന്ന് തോന്നിയാലും ആ പരിപാടിയിലേക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് വലിയൊരു മുതലാളിയാണ്, ആ മുതലാളിയുടെ വീട്ടിൽ വലിയ ആരും ചെയ്യാത്ത ഒരു പുതിയ രൂപത്തിൽ ഒരു ഭക്ഷണം വിളമ്പി. ഉദാഹരണമായിട്ട് ചിലപ്പോ അവിടെ ഭക്ഷണം വിളമ്പിയത് സ്വർണത്തിന്റെ പാത്രത്തിലാണെന്ന് വിചാരിക്കുക. അല്ലെ ചെല്ലുന്ന ആളുകൾക്കൊക്കെ ആദ്യം കുടിക്കാൻ കൊടുക്കുന്ന ഒരു വെള്ളം അത് സ്വർണത്തിന്റെ തലകയിലാണ് കൊടുക്കുന്നത്, സ്വർണത്തിന്റെ പാത്രത്തിലാണ് കൊടുക്കുന്നത്. എന്നാൽ ആ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം സ്വർണം ആ പാത്രം നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. ഉദാഹരണമായിട്ട് പറയാം. അല്ലെങ്കിൽ അതുപോലത്തെ മറ്റെന്തെങ്കിലും നമുക്ക് ആ ബുഫേ പോലത്തെ എന്തെങ്കിലും നമ്മുടെ സംസ്കാരത്തിൽ യോജിക്കാത്ത ഒരു പരിപാടി അവിടെ ഉണ്ട് എങ്കിൽ അവിടെയും നമ്മൾ പോവേണ്ടതില്ല. ക്ഷണം സ്വീകരിക്കാൻ നമുക്ക് നിർബന്ധമില്ല. ഇനി നാട്ടിൽ ഫിത്ന ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാവുന്നതാണ്.
അതേസമയത്ത് അവിടെ പോകാൻ നമുക്ക് നിർബന്ധമൊന്നുമില്ല. ബുഫേ എന്നൊക്കെ പറഞ്ഞ സുബ്ഹാനല്ലാഹ് ഇസ്ലാമിനെ വല്ലാതെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ചില സ്ഥലങ്ങളിൽ കാണാം. ചില സ്ഥലത്ത് അതിനൊന്നും ആവശ്യമില്ല, ചിലപ്പോൾ വാങ്ങി കൊണ്ടുവന്ന് പുറത്ത് കഴിക്കാനുള്ള സൗകര്യം ചെയ്തു തരും. ചില സ്ഥലത്ത് അതും ഉണ്ടാവില്ല, ഇരിക്കാൻ വരെ സീറ്റ് ഉണ്ടാവില്ല. നമ്മൾ എവിടെയെങ്കിലും നിന്ന് ഇരുന്ന് നടന്ന് ഒക്കെ ആയിട്ട് ഇങ്ങനെ തിന്നുക. എന്തോ ഒരു ജീവിതം. ഏതായാലും അങ്ങനെ ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിൽ ഏറ്റവും നല്ലതുമാണ്. മുമ്പ് അതേക്കുറിച്ച് മാത്രം കല്യാണത്തിലെ അനാചാരങ്ങൾ എന്ന വിഷയം വെച്ചിട്ട് നമ്മൾ ഒരുപാട് ചർച്ച തന്നെ നടത്തിയിരുന്നു. കുറച്ചു മുമ്പ് ചർച്ച തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണത്തിലെ അനാചാരങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നത്. അപ്പൊ അതിലൊക്കെ ഈ വിഷയം വല്ലാതെ എടുത്ത് പറഞ്ഞൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഹൈറ്. കാരണം ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർ അപഹരിക്കുന്ന ഒരു തരം ആവരുത്. ഇന്നത്തെ ബുഫയൊക്കെ ആ രൂപത്തിൽ അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, പിന്നെ നിന്നിട്ടാണ് തിന്നുക അല്ലെങ്കിൽ നടന്നിട്ടാണ് തിന്നുക. ഇതൊക്കെ ശരിക്കും തെറ്റാണ്, നമ്മൾ മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു കല്യാണത്തിനാണ് അല്ലെങ്കിൽ ഒരു പരിപാടിക്കാണ് വിളിച്ചതെങ്കിൽ പോവൽ ഇവന് നിർബന്ധമില്ല. അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വിഷയമാണ്, അന്യസ്ത്രീ മാത്രമുള്ള ഒരു വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊള്ളണമെന്നില്ലാന്ന്. അന്യസ്ത്രീ മാത്രമേ ഒരു വീട്ടിലുള്ളൂ, അവിടേക്കാണ് സദ്യക്ക് നമ്മളെ വിളിച്ചത്. എന്നാൽ നമ്മൾ ആ വീട്ടിലേക്കും പോകൽ നമുക്ക് നിർബന്ധമില്ല. കാരണം ചില സമയത്ത് പോകൽ ഹറാമായി മാറുന്നതാണ്. ആ സ്ത്രീ മാത്രമുണ്ടെങ്കിൽ അവിടെ ഹറാം കലരുമെന്ന് അല്ലെങ്കിൽ ഹറാം സംഭവിക്കുമെന്ന് നമുക്ക് തീർച്ചയുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനേ പാടില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിൽ അവിടെ ഹറാമുള്ള എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ട്. ഗാനമേള ഉണ്ടാവാം, മിമിക്രി ഉണ്ടാവാം, മോണാക്ട് ഉണ്ടാവാം, പലതും ഉണ്ടാവാം. ഇങ്ങനത്തെ ഒരു പരിപാടി, ഒരു നൃത്തങ്ങളോ കോലാഹലങ്ങളോ ഒക്കെ ഉള്ള വീട്ടിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നതെങ്കിൽ അവിടേക്ക് നമ്മൾ പോവേണ്ടതില്ല. നമുക്ക് നിർബന്ധമില്ല ആ സദ്യയിൽ പങ്കെടുക്കല്. അതേപോലെ തന്നെ ആ വീട്ടിൽ പരദൂഷണം നടക്കുന്ന ഒരു വീടാണ്, കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അവരുടെ നിത്യ ഹോബി തന്നെ പരദൂഷണമാണ്. ആ പരദൂഷണം പറയുന്ന, ഗീബത്ത് പറയുന്ന, അല്ലെങ്കിൽ അത് നബിവത്ത് പറയുന്ന, കളവ് പറയുന്ന, ഇതുപോലത്തെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സദ്യയാണ് നടക്കുന്നതെങ്കിൽ ആ സദ്യക്കും നമ്മൾ പോവേണ്ടതില്ല. കാരണം ആ സദ്യയിൽ നമുക്ക് പോകൽ ശരിയല്ല. കാരണം അവിടെ നമ്മൾ ചെന്നാൽ അവിടെ നടക്കുന്നത് മറ്റുള്ള ആളുകളുടെ ഇറച്ചി തിന്നുന്ന പരിപാടിയായി പോകും. കല്യാണം ക്ഷണിച്ചാൽ വേണ്ടില്ല, സർക്കാരമായിരുന്നാലും വേണ്ടില്ല, ആ ഭാഗത്തേക്ക് പോവേണ്ടതില്ല. നമ്മുടെ നേതാക്കന്മാരെ മാത്രം കുറ്റം പറഞ്ഞ ചില സദസ്സുകൾ വരാം. മറ്റു വിഭാഗം ആളുകളുടെ സംസ്ഥാനം അവകാശപ്പെടുന്ന മറ്റു വിഭാഗം ആളുകൾ മാത്രം ഒരുമിച്ച് കൂടുന്ന ഒരു വേദി, ഒരു സദ്യ. ആ സദ്യയിലേക്ക് പാവപ്പെട്ട നമ്മൾ ആരെങ്കിലും ചെന്നാൽ പിന്നെ എല്ലാവരും കൂടി നമ്മളെയാണ് തിന്നുന്നത്. അഥവാ നമ്മളെ തിന്നുകയെന്ന് പറഞ്ഞ നമ്മുടെ നേതാക്കന്മാരെ, മഹാനായ കാന്തപുരം ഉസ്താദിനെ, ഉള്ളാട്ടങ്ങളെ, അല്ലെങ്കിൽ അതുപോലത്തെ നേതാക്കന്മാരായ ആളുകളെ വെറുതെ ചീത്ത പറയുന്ന, അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി പറയുന്ന ഈ രൂപത്തിലുള്ള ഒരു വീട്, ആ വീട്ടിലേക്ക് നമ്മൾ വിളിച്ചാൽ നമ്മൾ പോകൽ നമുക്ക് നിർബന്ധമില്ല. കാരണം നമ്മൾ ആ ചൊല്ലുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ആ മഹാന്മാരെ പറ്റി അവർ പറയാൻ തുടങ്ങുക. ഇങ്ങനെയാണെങ്കിലും ആ വീട്ടിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് പലപ്പോഴും. കുറെ ആളുകൾ കൂടിയാൽ അപ്പൊ അവർക്ക് ഏറ്റവും നല്ല ഒരു ഹോബിയാണ് നമ്മളെ ഇങ്ങനെ ചീത്ത പറയാന്നുള്ളത്. അപ്പൊ ആ രൂപത്തിലേക്ക് അങ്ങോട്ട് പോവേണ്ട ആവശ്യമില്ല. നമ്മൾ ചെന്നിട്ട് നമ്മളെ നേതാക്കന്മാരെ ചീത്ത പറയിപ്പിക്കുന്ന ഒരു രൂപം വരണ്ടല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ലത് അവിടെ പോവാതിരിക്കലാണ്. വെറും കള്ളം മാത്രം പ്രചരിക്കുന്ന സ്ഥലമാണെന്ന് വിചാരിക്കുക, അവിടെയും നമ്മൾ പോകേണ്ടതില്ല. വെറും കള്ളങ്ങൾ മാത്രം പറയുന്ന അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാള്, അയാൾ എപ്പോഴും കള്ളം പറയുന്ന ആളാണ്, അല്ലെങ്കിൽ കള്ളത്തരം മാത്രം ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ തരുന്ന ഭക്ഷണങ്ങളോ അല്ല മറ്റു വിഷയങ്ങളൊക്കെ അദ്ദേഹം കളവിലൂടെ സമ്പാദിച്ചതോ അല്ലെങ്കിൽ കള്ളത്തരം മാത്രം പറഞ്ഞു ജീവിക്കുന്ന ഒരാൾ ആ രൂപത്തിൽ ഏതെങ്കിലും ആളുകളെ പറ്റിച്ച് പല രൂപങ്ങൾ വരാം. ഏത് രൂപത്തിലാണെങ്കിലും കള്ളങ്ങൾ മാത്രം പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് അയാൾ ക്ഷണിച്ചാൽ നമ്മൾ പോകാൻ നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയ്ക്ക് വേണ്ടി വിളിച്ച് അദ്ദേഹം പറ്റിക്കുകയാണെങ്കിലോ, മുഴുവൻ സമയവും കള്ളം പറയുന്ന ഒരാൾക്ക് അങ്ങനെ പറ്റിക്കുന്ന ഒരു വിരോധമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെന്ന് തോന്നിയാലും ആ വീട്ടിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. പിന്നെ അതുപോലെ തന്നെ ജീവികളുടെ അല്ല മനുഷ്യരുടെ അല്ല ജീവിക്കാൻ ആവശ്യമായ ശരീരഭാഗങ്ങളുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോലങ്ങളൊക്കെ കെട്ടിയുണ്ടാക്കിയ ഒരു വീട്, അതുപോലെ അലങ്കരിച്ച വീടാണ്. എന്നാൽ ആ വീട്ടിലേക്ക് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മൾ പോകേണ്ട ആവശ്യങ്ങളില്ല. സുബ്ഹാനല്ലാഹ് ചില വീട്ടിലൊക്കെ ചെല്ലുന്ന ഗേറ്റിൽ തന്നെ കാണാം ഒരു പെണ്ണ് നിന്നിട്ട് ഇങ്ങനെ കൈകൂപ്പുന്ന ചിത്രങ്ങളും ഒക്കെ. ഇനി ചിത്രമൊന്നുമല്ല. ഇപ്പോ ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു കല്യാണത്തിന് പങ്കെടുത്തത് ഇപ്പോഴും ഓർക്കുന്നു. ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് കുറെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെല്ലണം. ആ വീട്ടിലേക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട്.
എന്നാൽ 2 or 3 സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ച് രണ്ട് ഭാഗത്തും ഒരു ഏകദേശം 15ന്റെയും 20ന്റെയും പ്രായമുള്ള കുറെ പെൺകുട്ടികളെ ഇങ്ങനെ അണിയിച്ചൊരുക്കി നിൽക്കുന്നുണ്ട്. അവർ നമ്മൾ ചെന്ന് ഒന്നിനടങ്ങിന് പൂവിങ്ങനെ വിതറുന്നുണ്ട്, അതേപോലെ തന്നെ പന്നീരിങ്ങനെ കൊടിയുന്നുണ്ട്. അങ്ങനെ പല രൂപങ്ങളും ആ വീട്ടിൽ VIP കല്യാണമായിരുന്നു. പെട്ടു എന്ന് പറയാം. ഏതായാലും കയറുന്ന സ്ഥലത്തൊക്കെ ഇതുപോലത്തെ ഒരു 10-12 പെൺകുട്ടികൾ ഈ ഗേറ്റിന് രണ്ട് ഭാഗത്തും നിന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മേലേക്ക് പൂ വിതറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെ പന്നീര് കൊടിഞ്ഞിരിക്കുന്നു. ഇവരിത് തന്നെയാണ് പരിപാടി. മോര് എത്തുന്നത് വരെ ഉള്ള ഒരു രൂപം, ഈ രൂപം ഇങ്ങനെയാണ്. അതിങ്ങനെയാണ് ഒരു സ്ഥലത്തുള്ളത് എങ്കിൽ അവിടെ നമ്മൾ പോവേണ്ടതില്ല. ആ കല്യാണത്തിന് പോവേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി നമ്മളെ ക്ഷണിക്കുന്ന ആള് എപ്പോഴും തിന്മയുമായി മുഴുകിയ ഒരാളാണ്, അല്ലെങ്കിൽ അവന്റെ നടപടിയൊക്കെ മോശമാണ്. അവന്റെ വീട്ടിൽ ചെന്നാൽ തന്നെ ആളുകൾ വരച്ചേ, നിങ്ങൾ ആ വീട്ടിൽ പോയത് തീരെ ശരിയായില്ലല്ലോ, അയാള് ആ സ്വഭാവക്കാരനാണല്ലോ, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ സ്വഭാവം ഇതാണല്ലോ എന്നൊക്കെ ആളുകൾ പറയുന്ന ഒരു രൂപമുള്ള വീട്. ചില വീട്ടിലേക്ക് നമ്മൾ വെറുതെ ഇത് വലിയ കല്യാണമായിട്ട് കൂട്ടണ്ട, ചെറിയ സൽക്കാരമാണെങ്കിലും ശരി, അവിടെ കയറി ചെന്നാൽ തന്നെ പറയും, ആ മൂല്യാർക്ക് അല്ലെങ്കിൽ ആ ആൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ആളെ വീട്ടിൽ പോകേണ്ടിയില്ലല്ലോ. കാരണം നാട്ടിൽ അറിയപ്പെട്ട വ്യഭിചാരിന്റെ വീട്, അല്ലെങ്കിൽ അതുപോലത്തെ മോശപ്പെട്ട നാട്ടിലെ തെമ്മാടിത്തമുള്ള ഒരാളുടെ വീട്, ആ വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നത്. അങ്ങോട്ട് ചെന്നാൽ നാട്ടുകാരുടെ ഇടയിൽ നമുക്കൊരു ഇമേജ് കുറഞ്ഞു പോകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ വിളിച്ചാലും ആ വീട്ടിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. കാരണം നമ്മുടെ മാന്യത കാത്തുരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ മാന്യതയ്ക്ക് കോട്ടം വരുന്ന ഒരു കാര്യവും നമ്മൾ പാടും. അപ്പൊ അത് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീട്ടിലെത്തിയാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഒരിക്കലും ആ ഡോറിന് നേരെ ഇരിക്കരുത്. വാതിൽ നേരെ ഇരിക്കുന്ന ഇരുത്തം ഒഴിവാക്കണം. ചില വീട്ടിൽ നമ്മൾ കസേരയിൽ ഇട്ടിരുന്നാൽ നേരെ വീടിന്റെ ഉൾഭാഗത്തിലേക്ക് കാണുന്ന രൂപത്തിലാവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കാൻ പാടില്ല. നമ്മൾക്ക് അവിടെ നോക്കിയിട്ട് നമുക്ക് ഉചിതമായ രൂപം ഏതാണോ ആ രൂപത്തിലിരിക്കുക. ഒരിക്കലും വീടിന്റെ ഉള്ളിലേക്കാവരുത്, അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്ന രൂപത്തിലാവരുത്. അതിൽ സ്ത്രീകളാണെങ്കിൽ വീട്ടിന്റെ വരാന്തയിലേക്ക് അന്യപുരുഷന്മാരെ നോക്കുന്ന രൂപത്തിലുള്ള ഇരുത്തം സ്ത്രീകളും ഇരിക്കാൻ പാടില്ല. ആ വീട്ടുകാരൻ എവിടെയാണോ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ സുന്നത്തുണ്ട്. അതേസമയത്ത് ഇതുപോലത്തെ ഒരു ഹറാമ് കലയുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കാൻ അദ്ദേഹം നമുക്ക് കസേര ഇട്ട് തന്നതെങ്കിൽ അവിടെ നമ്മൾ ഇരിക്കാൻ പാടില്ല. അവിടെ ഇരിക്കരുത്, നമ്മൾ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് പെട്ടെന്ന് വേണ്ടത്. നമ്മൾ അവിടെ ഉചിതമായ ഒരു രൂപം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. അത് നല്ലതാണ്. അത് പലപ്പോഴും വീട്ടുകാരെ പക്ഷെ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ കസേര ഇട്ട് തന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ വീട്ടുകാരിട്ട കസേര തന്നെ ചിലപ്പോൾ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇരിക്കുമ്പോൾ നേരെ കാണുന്നത് ഒന്നുകിൽ ആ വീട് അല്ലായിരിക്കും, പക്ഷെ തൊട്ടടുത്ത വീടിന്റെ അടുക്കള ഭാഗത്തേക്കാവാം. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. നമ്മൾ നേരെ കാണുന്നത് തൊട്ടടുത്ത വീടിന്റെ അടുക്കളയ്ക്കാവാം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാവാം ആ വീട്ടുകാരൻ അത് നമുക്ക് ഒരു പുതിയ രൂപത്തിൽ കസേരയിട്ട് തന്നിട്ടുണ്ടാകാം. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള തന്റെ ഇടം നമുക്ക് വേണം. ഇവിടെ ഞാനിരുന്നാൽ, അപ്പൊ ഇരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, ഇവിടെ ഞാനിരുന്നാൽ ഈ വീടിന്റെ ഏത് ഭാഗത്തേക്കാണ് എന്റെ കാഴ്ച വരിക? തൊട്ടടുത്ത് വീടിന്റെ അടുക്കളയിലേക്ക് എന്റെ കാഴ്ച വരുമോ? അപ്പൊ അതിൽ നടക്കുന്ന അന്യ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അവന്റെ ആ ചലനങ്ങൾ നമ്മൾ കണ്ടുപോകുമോ? അപ്പൊ ഹറാമിയത്ത് എന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അവിടെ ഇരുന്നാൽ നമുക്ക് അങ്ങനെ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഇരിക്കാനേ പാടില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചുരുക്കത്തിൽ അവനാന്റെ വീട്ടിലുള്ള സിദ്ധാന്തത്തിലെ അപ്പൊ ഇതൊക്കെ ഒന്നും ശ്രദ്ധിക്കാത്ത കുറെ ആളുകളുണ്ട്. കുറെ ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കൂല, തീരെ ശ്രദ്ധിക്കില്ല, എവിടെയാണ് ഇരിക്കുന്നതും കൂടെ അറിയില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ഒരു യാത്ര, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു യാത്ര പോയ സമയത്ത് ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ എല്ലാവരും കൂടെ സംസാരിക്കുന്നതിനിടയിൽ ഒരാളുടെ നോട്ടം നേരെ അടുക്കള ഭാഗത്തേക്കായിരുന്നു. അവിടുന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞ വിഷയം എന്താ? നിങ്ങൾക്ക് ഈ നോക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങളുടെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിക്കലായിരുന്നു, അല്ലെങ്കിൽ പൊട്ടിപ്പോവലായിരുന്നു. അപ്പൊ ആ രൂപത്തിൽ, കാരണം അത്രയും നിഷ്ഠമായ ഒരു വിഷയമാണ് അന്യ വീട്ടിൽ ചെന്നുകൊണ്ട് ആ വീട്ടുകാരെ നോക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളൊരു വീട്ടിൽ ഇരുന്നിട്ട് തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളെ നോക്കാൻ പാടില്ല. ഒന്നും നോക്കുന്ന രൂപത്തിലാണെങ്കിൽ നമ്മൾ ഏത് രൂപത്തിലാണോ ഇരിക്കാൻ പറ്റിയ രൂപം സ്വീകരിക്കുക. ഇനി അതൊന്നുമല്ലെങ്കിൽ ഇന്ന് നമ്മൾ വീട്ടിൽ കയറി ചെന്നാൽ ചുറ്റുഭാഗത്തും നമ്മളെ ഒരു പക്ഷേ ഒരു തീരെ ഹയാ ഇല്ലാത്ത സഹോദര സഹോദരിമാരെ പരസ്പരം കണ്ടേക്കാം, തീരെ ലജ്ജയില്ലാത്ത.
എന്റെ ഒരു സുഹൃത്ത് മരിച്ച വീട്ടിൽ പോയ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരിച്ച വീട്ടിൽ പോയി ഫാത്തിയ ഓതി കഴിയുമ്പോൾ ദുആ ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്ക് ഇവന്റെ ചുറ്റുഭാഗത്തും സഹോദരിമാരിരുന്നിരുന്നു. സഹോദരിമാർ ദുആ ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്, ആമീൻ പറയാൻ വേണ്ടി ഇരുന്ന ഇവന്റെ ചുറ്റുഭാഗത്തും ഒരു ഉസ്താദാണ്, ആ ഉസ്താദിന്റെ ചുറ്റുഭാഗത്തും വന്നിരുന്നു. ഹയാ ഇന്നില്ലാത്ത, ലജ്ജയില്ലാത്ത ഒരുപാട് സഹോദരിമാർ. പ്രത്യേകം മനസ്സിലാക്കുന്ന വിഷയം. അതുപോലെ സഹോദരന്മാർ, ഒരു പെണ്ണിന്റെ അടുത്ത് ചുറ്റുഭാഗത്ത് ചുറ്റുപറ്റി നടക്കുന്ന സഹോദരന്മാർ, സഹോദരിമാര് എന്ന് പറയുമ്പോൾ നിങ്ങൾ സഹോദരന്മാര് നല്ല പുള്ളികളാണെന്ന് വിചാരിക്കേണ്ട. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലജ്ജ എന്നില്ലാത്ത ഒരു രൂപം ഇന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു പത്രം എടുത്തിട്ട് വല്ല പത്രം വായിക്കുകയോ, പത്രത്തിലേക്ക് മുഴുകയോ, വേറെ ഭാഗത്ത് നമ്മൾ തിരിയാനില്ല, പത്രത്തിൽ വായിക്കുകയോ ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും മൊബൈൽ എടുത്ത് കളിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ ഇങ്ങനെ വീട്ടിൽ ചെന്നിട്ട് വേറെ മാർഗ്ഗമില്ല, പത്രമൊന്നുമില്ല, നമ്മൾ കണ്ണ് ഉയർത്തി നോക്കിയാൽ ഒരുപക്ഷെ വീടിന്റെ അകത്തേക്കാവാം, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഹറാം കാണുന്ന രൂപത്തിലാവാം. എങ്ങനെ തോന്നി നമ്മൾ മൊബൈലെങ്കിലും എടുത്തു നോക്കി വെറുതെയെങ്കിലും അതിലേക്ക് നോക്കിയിരിക്കുക. ആള് കണ്ടാൽ ആ മൊബൈൽ എന്തോ നോക്കുകയാണ് വിചാരിച്ചോട്ടെ. ഈ രൂപത്തിൽ അതെങ്ങനെങ്കിലും നമ്മൾ ചെയ്യും. നമ്മളെ കണ്ണുകളെ നമ്മൾ സൂക്ഷിക്കുക. ചില സമയത്ത് അങ്ങനെയൊക്കെ വേണ്ടി വരും. മൊബൈലിൽ എപ്പോഴും എടുത്ത് കളിക്കുന്ന നല്ലൊന്നുമല്ല. ചില ആളുകൾ എപ്പോഴും മൊബൈലാണ് കയ്യിൽ. എന്നാൽ നമ്മളൊക്കെ ചില സമയത്ത് ഇങ്ങനെ ചെയ്യും. കാരണം മൊബൈൽ എടുത്ത് ചിലപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ നമ്പർ ഇങ്ങനെ അടിച്ച് വെറുതെ അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്തിന്? ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് കാര്യമായിട്ടൊന്നും ഉണ്ടായതുകൊണ്ടല്ല, നമ്മുടെ നോട്ടം ഹറാമത്തിലേക്ക് ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിവിന്റെ പരമാവധി ഒരു വീട്ടിൽ കയറി ചെന്നാൽ നോട്ടത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വാങ്ക് വിളിക്കാൻ തുടങ്ങുന്നു. അവിടെ മുട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തൽക്കാലം മൈക്ക് ലിസ്റ്റിൽ ആരെങ്കിലും മൈക്ക് കൊടുത്തു. നമ്മുടെ വീടിന്റെ അടുത്ത് 2 പള്ളിയുള്ളതുകൊണ്ടേ ഇവര് പരസ്പരം മത്സരം, ഒരാൾ കൊടുത്തിട്ടോ ഒരാൾ കൊടുക്കുന്ന. അപ്പൊ അതുകൊണ്ട് 1 മിനിറ്റ് കൂടി അധികം വന്നു പോവുകയാണ്. അപ്പൊ ഏതായിരുന്നാലും അപ്പൊ വീട്ടുകാര് ഇങ്ങനത്തെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാളെ വീട്ടുകാരെ കുറെ കാത്തിരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പോ ഒരാളെ വിളിച്ചാൽ ആ വീട്ടുകാർ വരാൻ പറ്റുന്ന സമയം പറയണം, ഇന്ന സമയത്ത് ഞാൻ വരാം, അല്ലെങ്കിൽ ളുഹർ നിസ്കരിച്ച് വരാം, അസ്ർ നിസ്കരിച്ച് വരാം, അല്ലെങ്കിൽ ടൈം പറഞ്ഞാലൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ കുറേ സമയം അവരെ അവിടെ കാത്തു നിർപ്പിക്കുന്ന ഒരു രൂപം ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ഒരു ഡിമാൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു ദിവസം ഒരു സുഹൃത്ത് അവന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ ചോദിച്ചു, ഇശാ കഴിഞ്ഞാൽ ചോദിച്ചു, നീ പോണില്ലേ? കുറച്ച് കഴിഞ്ഞിപ്പം. അല്ല, ഇപ്പൊ സമയം 8:30 മണിയല്ലേ, ഞങ്ങളെ ഭക്ഷണത്തിന് പോകുന്നു, നിങ്ങളെ വീട്ടിലേക്ക് പോകണില്ലേ? ഭാര്യ വീട്ടിലേക്ക് അല്ലെന്ന് സൽക്കാരമില്ലെന്ന് പോകുന്നു. ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് കാര്യം, നമുക്കൊരു ഡിമാൻഡ് ഉണ്ടാവില്ല. കുറച്ചും കഴിഞ്ഞാൽ നമുക്കൊരു വെയിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നേരം കുറച്ചും കഴിഞ്ഞിട്ട് 9-9:30 ആയിട്ട് പോയാൽ മതിയാകും. അങ്ങനെ വെയിറ്റ് കൂട്ടാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ വെയിറ്റ് കൂടില്ല. കൽപ്പം നേരെ വൈകിയാൽ മറ്റുള്ള ആളുകൾ നമ്മൾ അളിയൻ വരുന്നു അല്ലെങ്കിൽ വ്യാപ്പള വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വെയിറ്റ്, അത് വെയിറ്റ് അല്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആളുകൾ എന്തേ പറയാ, ഇവൻ എപ്പം നിന്നാൽ നേരെ വൈകിയ വരുള്ള മനുഷ്യൻ ചോറുന്ന സമ്മതിക്കില്ല അല്ലേ? ഈ ഒരു ഒരുപാട് പലപ്പോഴും ഉണ്ടാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ വേണ്ടത് അവന് സമയമാവാൻ കാത്തിട്ടുണ്ട്. ഇവന്റെ ടൈമായാലും പോവാം. അതേ സമയത്ത് സമയമാവുന്നതിന് മുമ്പ് കയറി ചെല്ലാൻ പറ്റുമോ? അതും പാടില്ല. സമയമാവുന്നതിന് മുമ്പായിട്ട് കയറി ഒരു ഉച്ചക്ക് വരാൻ പറഞ്ഞ ഒരു 10-11 കയറിച്ചില്ല, പിന്നെ അവിടെ ഇങ്ങനെ വർത്താൻ പറഞ്ഞ കൂടെ വീട്ടുകാരന്റെ ജോലി എടുക്കാനും സമ്മതിക്കില്ല. ആ രൂപത്തിലും ചെയ്യാൻ പാടില്ല. അങ്ങനെയും പോകുന്നത് ശരിയല്ല. സമയമായതിനു ശേഷം ചെല്ലാവൂ, സമയമാകുന്നതിന് മുമ്പും ചെല്ലാൻ പാടില്ല. സമയമായി കഴിഞ്ഞാൽ കുറേ ടൈം അങ്ങനെ വേസ്റ്റ് ആക്കുന്ന ഒരു സ്വഭാവം അങ്ങനെയും പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ തിക്കും തിരക്കുണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്കാൾ വിളിച്ചെന്ന് വിചാരിക്കാം, അവന്റെ വരി കൈ കഴുകുക എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ഒറ്റ എണീറ്റിട്ട് കൈ കഴുകുന്നത് തിരക്ക്, ഭക്ഷണം വിളമ്പുന്നത് തിരക്ക്, ആകെ തിരക്ക്. അത് പാടില്ല. കല്യാണ വീട്ടിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുറെ ആളുകളുണ്ടെങ്കിൽ ചിലപ്പോ എന്താ വരി എണീക്കല്ല ചോദിക്കുമ്പോഴേക്കാണ് എണീക്കുക. കാരണം എനിക്ക് ആദ്യം കിട്ടണം എന്നുള്ള ആക്രാന്തം. ആ ആക്രാന്തം കാട്ടൽ ഒരിക്കലും ശരിയല്ല. അത് ഒരിക്കലും ഈ അതിഥി ചെയ്യേണ്ട മര്യാദയിൽ പെട്ടതല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കിട്ടിയിട്ടില്ല, അടുത്ത ട്രിപ്പിലിരിക്കാം. എന്നാൽ നമ്മൾ സാവധാനത്തിൽ എണ്ണീറ്റ് കൈ കഴുകുന്നു. കൈ കഴുകാതെ പോയിരിക്കരുത്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കൈ തുടക്കത്തിൽ കഴുകൂല, അവസാനത്ത് കഴുകും.
അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ കൈ കഴുകാൻ നിന്നാൽ പിന്നെ നമ്മളെന്ത് ചെയ്യുന്നറിയോ? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി, നമ്മൾ കൈ കഴുകാതിരിക്കും. കാരണം കൈ കഴുകിയിട്ടിരിക്കാൻ ശ്രമിച്ചാൽ ആ ഇരുന്ന് കഴിയുമ്പോഴേക്ക് അവിടെ സീറ്റ് ഫുള്ളാകും എന്ന് തോന്നിയാൽ ചെയ്യുന്ന പരിപാടി ഇതാ: പെട്ടെന്ന് കൈ കഴുകാതിരിക്കുക, എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വെള്ളം ഉണ്ടാകും. നമ്മുടെ ഗ്ലാസ്സിലൊക്കെ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടാവും. ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ എടുത്ത് കൈ കഴുകുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഞാനടക്കമുള്ള നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. തുടക്കത്തിൽ നിന്ന് നമ്മളല്ലാതെ തന്നെ കൈ കഴുകി വന്നിട്ട് ഇരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നടക്കെങ്കിൽ അങ്ങനെ തന്നെ നോക്കുക, ഇല്ലെങ്കിൽ ഇരുന്നിട്ട് അങ്ങനെ തന്നെയെങ്കിലും നമ്മൾ കൈ കഴുകണം. കൈ അവസാനത്തെ മതിയല്ലോ എന്ന് വിചാരിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയ സമയത്ത് ഞങ്ങൾ കൈ വന്നപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ വെത്ത ഒരാള് കൈ കഴുകാതിരുന്നു. ഞങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ കൈ കഴുകുന്നില്ലേ? ഞാൻ ഒന്നിടത്തവൻ 2 കൈ സുഖാരി കഴിയുന്നു ഉസ്താദെ, ഇനിയിപ്പോ തിന്നു കഴിഞ്ഞിട്ട് കഴുകാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം മനസ്സിലാക്കി കയ്യിൽ ചളി ഉണ്ടായത് കൊണ്ടാണ് കഴുകേണ്ടത്. അങ്ങനെയല്ല, ചളി ഇല്ലെങ്കിലും നമ്മൾ കുളിച്ചുകൂടെ വൃത്തിയായി വന്നതാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈ കഴുകുക എന്നുള്ളത് സുന്നത്ത് തന്നെ. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പല ആളുകളും അതാണ് മനസ്സിലാക്കി. നമ്മൾ കുളിക്കുമ്പോൾ കഴുകിയിട്ടുണ്ട്, അല്ലെങ്കിൽ വുളൂ ചെയ്യുമ്പോൾ കഴുകിയിട്ടുണ്ട്. അങ്ങനെ കഴുകുക എന്നുള്ള ഉദ്ദേശം അതല്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി 2 കൈയും കഴുകുക എന്നുള്ളത് നല്ലതാണ്, 2 സുന്നത്താണ്. വായിലുള്ള കുപ്പിളിക്ക് കൂടെ ചെയ്യുക. ഇതും കൂടി ശ്രദ്ധിച്ചുകൊണ്ടാവണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അവിടെ ആക്രാന്തം കാണിച്ചുകൊണ്ട് തിരക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന ഒരു സ്വഭാവം അതൊരിക്കലും ഒരു അതിഥിക്ക് യോജിച്ച പരിപാടിയല്ല. അതൊഴിവാക്കൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം കൊണ്ടുവരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പാടില്ല. ഭക്ഷണം അല്ലെങ്കിൽ ഒന്നുകിൽ അവിടെ ഭക്ഷണം നിരത്തി വെക്കുന്നുണ്ടാകും. നമ്മൾ ഇരിക്കുന്ന സിറ്റ് ഔട്ടിൽ നിന്നിങ്ങനെ നോക്കിയാൽ ഡൈനിങ് ഹാളിലെ ടേബിളിൽ ഭക്ഷണം ഇങ്ങനെ നിരത്തി വെക്കുന്നത് കാണാം. അപ്പൊ ഈ നിരത്തി വെക്കുന്ന ഭക്ഷണം ഇങ്ങനെ നോക്കുക, എന്തൊക്കെ അതിൽ കൊണ്ടുവെക്കുന്നത്. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, ഇയാൾക്ക് ആക്രാന്തം കൊണ്ടൊന്നുമല്ല. ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സ്വഭാവം ശരിയല്ല. അത് കാണുന്നവർക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഭക്ഷണം വല്ലാതെ ആക്രാന്തം പിടിച്ച ആളാണ് എന്നാവും. അതുകൊണ്ട് ആ നോട്ടം ഒരിക്കലും ശരിയല്ല. ഇങ്ങനെ നോക്കി നിൽക്കുന്ന സ്വഭാവം ശരിയല്ല. അതേസമയത്ത് നമ്മളെ മുമ്പിലാണ് കൊണ്ടുവെക്കുന്നത്, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ണ് നമ്മൾ മാറ്റിവെക്കലാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നോക്കരുത്. പ്രത്യേകിച്ച് റമദാൻ മാസം അല്ലേ? ഇപ്പോൾ റമദാൻ മാസം സുബ്ഹാനല്ലാഹ് നോമ്പ് തുറക്കുന്നതിന് മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോ അതിലിങ്ങനെ നോക്കി ഇങ്ങനെ ഉമിനീരിങ്ങനെ ഇറക്കുന്ന സ്വഭാവം അത് ശരിയല്ല, ഒഴിവാക്കേണ്ടതാണ്. അതൊരിക്കലും ഒരു അതിഥിക്ക് യോജിച്ച പരിപാടിയല്ല. അതിഥിയല്ലാത്തവർക്കും പറ്റൂല, അതിഥിക്ക് പ്രത്യേകിച്ചും ശരിയല്ല. അപ്പൊ ഭക്ഷണം കൊണ്ടുവരുന്ന സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കരുത്. അത് ആർത്തിയുടെ ലക്ഷണമാണ് എന്ന് ഹിയ്യ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഷർവാനിയും അത് എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വായിൽ വെള്ളം പോറും, അത് ഒഴിവാക്കൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അതേസമയത്ത് വിളമ്പി വെച്ച ഭക്ഷണം വീട്ടുകാരുടെ സമ്മതം വേണോ നമുക്ക് കഴിക്കാൻ? വേണ്ട. നമ്മളെ മുമ്പിൽ ഭക്ഷണം വിളമ്പി വെച്ചാൽ പിന്നെ വീട്ടുകാരെ കഴിച്ചോളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. വിളമ്പി വെച്ചാൽ പിന്നെ അറിയാം, നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു, നമ്മൾ ഇരുന്നു, നമുക്ക് ഭക്ഷണം വിളമ്പി തന്നാൽ പിന്നെ കഴിച്ചോളൂ എന്ന് വീട്ടുകാരൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല, നമുക്ക് വേണ്ടത് കഴിക്കാം. അതേ സമയത്ത് വീട്ടുകാരൻ ഭക്ഷണമൊക്കെ വിളമ്പിട്ട് ഇങ്ങനെ നോക്കണം, ഒരാളും കൂടി വരാനുണ്ട്, ഇതിലേക്ക് ഒരാളും കൂടി വരാനുണ്ട്. വീട്ടുകാരൻ പലപ്പോഴും പറയുന്നത് അയാൾ കാണുന്നില്ലല്ലോ, ഞാൻ വെളുമ്പോഴേക്ക് വരികയായിരിക്കും എന്നിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ആ ഒരു സമയത്താണെങ്കിൽ ഒരാൾ കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു, പ്രധാനപ്പെട്ട ഒരാള് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം കൂടെ വന്ന് ഇരുന്നിട്ട് എല്ലാവർക്കും ഒന്നിച്ച് തുടങ്ങാമെന്ന ഉദ്ദേശത്തിലാണ് ഉള്ളത് എല്ലാവരും. ആ ഒരു സമയത്ത് അയാളെ വന്നോട്ടെ, ഞാൻ കഴിക്കട്ടെ, അതൊരു ശരിയായ മാർഗമില്ല. അവിടെ അയാൾ വരുന്നവരെ കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഏറ്റവും നല്ലത്. വീട്ടുകാരൻ തുടങ്ങാൻ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വരുന്നവരെ കാത്തിരിക്കലാണ് നല്ലത്. ഇനി അതേ സമയത്ത് പറഞ്ഞു അയാൾ മൂത്രം വയ്ക്കാൻ പോയതാണ്, ഉസ്താദ് നിങ്ങൾ കാത്തിക്കണം, നിങ്ങൾ തിന്നോളി എന്ന് നമ്മളോട് തിന്നാൻ അനുവാദം തന്നാൽ, അയാൾ വിശിഷ്ട അതിഥി വന്നിട്ടില്ലെങ്കിലും ശരി നമുക്ക് അനുവാദം കിട്ടിയാൽ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ് എന്ന് ഫത്തുൽ മുഈനിൽ 381 പേജിൽ പറയുന്നുണ്ട്. അപ്പൊ അതാണ് നല്ലത്. സമ്മതം കിട്ടിയാൽ അവിടെ നിർബന്ധം കഴിക്കുക, അല്ലെങ്കിൽ സമ്മതം കിട്ടിയിട്ടേ കഴിക്കാവൂ. ഒരാളെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതൊന്നുമല്ല, നമുക്ക് വിളമ്പി തന്ന് വേറെ ആൾ പ്രതീക്ഷിക്കാനില്ലെങ്കിൽ സമ്മതത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഭക്ഷിച്ചു തുടങ്ങുന്നതുമാണ്. അതേപോലെ തന്നെ നമുക്ക് വിശപ്പൊക്കെ മാറിയെന്ന് വിചാരിക്കുക, ശരിക്കും വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്, വിശപ്പ് മാറി, എന്നാൽ വീണ്ടും ഇങ്ങനെ ഇട്ട് തിന്നൽ അത് ശരിയല്ല, കറാഹത്താണ്. വിശപ്പ് മാറിയിട്ടുണ്ട്,
നല്ല സ്വാദുണ്ടാവും, സ്വാദുകളുണ്ട്, വിശപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഇട്ട് തിന്നുക എന്നുള്ളത് അത് ശരിയല്ല, അത് കറാഹത്താണ്, ഹറാമാണെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബിമാമൊക്കെ അത് റാഫിമാമൊക്കെ പറഞ്ഞിട്ടുള്ളത് കറാഹത്താണെന്നാണ്. എന്നുവെച്ചാൽ ചില പണ്ഡിതന്മാർ അത് ആ രൂപത്തിൽ വിഷമം മാറിയാൽ പിന്നെയും തിന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് ഹറാമാണ് കാണാം. അപ്പൊ അതുകൊണ്ട് കുറെ സമയം ഇങ്ങനെ തിന്നുന്ന ഒരു സ്വഭാവം ശരിയല്ല. ആവശ്യത്തിന് കഴിഞ്ഞാൽ എണീക്കുക. ചിലപ്പോ ചില ഭക്ഷണങ്ങൾ വല്ലാതെ ടേസ്റ്റുള്ള ഭക്ഷണമായിരിക്കും, അപ്പൊ അല്പം കൂടി തിന്നിട്ടേ വിചാരിച്ച് വേറൊന്ന് അറിഞ്ഞിട്ട് വീണ്ടും തിന്നുന്ന സ്വഭാവത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും ശരിയല്ല, ഒഴിവാക്കേണ്ടതാണ്, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാം. ഇനി പിന്നൊരു കാര്യം നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? വീട്ടുകാരോട് നമ്മൾ ഇന്ന ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറയാൻ പാടില്ല. ഇന്ന ഭക്ഷണം എനിക്ക് വേണം എന്ന് പറഞ്ഞ് വീട്ടുകാരെ കൊണ്ട് ഉണ്ടാക്കി തിന്നിപ്പിക്കുന്ന സ്വഭാവം ശരിയല്ല. ചിലപ്പോ വീട്ടുകാർ പറയും, എന്താ വേണ്ടി നിങ്ങൾ പറഞ്ഞോളൂ, എന്താ ഉണ്ടാക്കണ്ടേ, നാളെ അങ്ങോട്ട് വരിക. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോ നാളെ അങ്ങോട്ട് വരിക എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കും, അപ്പൊ എന്താ ഉണ്ടാക്കണ്ടേ? എന്നാ ബിരിയാണി ആയിക്കോട്ടെ, ചിക്കൻ മതി കേട്ടോ, അല്ല മട്ടൻ മതി കേട്ടോ എന്നുള്ള ആ ഒരു സംസാരം ശരിയല്ല. വീട്ടുകാരൻ അതേസമയത്ത് വീട്ടുകാരൻ പറഞ്ഞ് ഈ അതിഥികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പറഞ്ഞു. എന്നാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തിരുന്നായിരുന്നു. റസൂലുള്ളാഹിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടാൽ വീട്ടുകാരൻ എന്താണ് ആരായുന്നത് നോക്കിയിട്ട് അവർക്ക് പ്രയാസമില്ലാത്ത ഭക്ഷണം ഏതാണോ അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്. നബിയുടെയും സഹാബത്തിന്റെയും ചര്യ അങ്ങനെയായിരുന്നു എന്ന് കിതാബ് കാണാം. അപ്പൊ അവിടെ അങ്ങനെയാ നല്ലത്. അങ്ങനെ പറയുകയാണെങ്കിൽ അവർക്ക് പ്രയാസമില്ലാത്ത ഭക്ഷണം പറയാം. ഒരാൾ ചോദിച്ചു, എന്താ പ്രത്യേകിച്ച് എന്താ ഉണ്ടാക്കണ്ടേ? അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും വേണ്ട, അല്ല എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കണേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നെയ്ച്ചോറങ്ങ് വെച്ചോളൂ. ആ സമയത്ത് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒന്ന് സാധിക്കുമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അതേ സമയത്ത് പിന്നെ ഈ മട്ടൻ ബിരിയാണി വേണം, അല്ലെങ്കിൽ ചിക്കൻ വേണം, അല്ലെങ്കിൽ ഞാൻ അതൊന്നും കൂട്ടില്ല, എനിക്ക് ബീഫ് തന്നെ വേണം, ഞാൻ ഒരു ഇറച്ചും കൂട്ടില്ലെങ്കിൽ മീൻ ബിരിയാണി തന്നെ വേണം എന്ന രൂപത്തിൽ ശാഠ്യം പിടിച്ചുള്ള ഒരു സ്വഭാവം ശരിയല്ല. വീട്ടുകാരൻ പറഞ്ഞാൽ തന്നെയും അങ്ങനെ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്നാ. അതേ സമയത്ത് വീട്ടുകാരൻ എന്റെ വീട്ടിൽ വരുന്ന അതിഥിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെ തീരുമാനിച്ച ഒരാളാണ്. എന്റെ വീട്ടിൽ ഈ അതിഥി വന്നാൽ, ഇന്നയാള് ഉദാഹരണം അബുറയ്യാൻ ഉസ്താദിന്റെ വീട്ടിൽ വന്നാൽ ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന് തൃപ്തിക്കനുസരിച്ച് ആയിക്കോട്ടെ എന്നാണ് എന്റെ പൂതി എങ്കിൽ, ഞാൻ പൂതി ഉണ്ടല്ലുള്ള വേറെ കാര്യം, അങ്ങനെ പൂതി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അബുറയ്യാൻ ഉസ്താദിനെ ചെയ്യും. അല്ല അബുറയ്യാൻ ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദ് നാളെ കൊണ്ട് വരാന്ന് പറഞ്ഞല്ലോ, ഉസ്താദ് എന്താ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഉസ്താദ് എനിക്ക് മട്ടൻ, ഹൈവാ എന്നാ മട്ടൻ എനിക്ക് ഇഷ്ടമായി, കാരണം എന്താ ഉസ്താദിന് ഇഷ്ടപ്പെടുന്നത് ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാൻ വിളിച്ചു തിരുമ്പാടിനെ വിളിച്ചു പറഞ്ഞു, തിരുമ്പാടി ഇങ്ങനെ അബുറയ്യാൻ ഉസ്താദ് വരുന്നുണ്ട്, അപ്പൊ ഞാനിതാ മട്ടൻ ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തിരുമ്പാടി എന്താ പറയാ, അത് വേണ്ട ഉസ്താദ് മട്ടൻ ആയിക്കോളെ, എനിക്ക് സാധാ മതിയാറ്. സുബ്ഹാനല്ലാ, കുടുങ്ങിയില്ലേ? ഇങ്ങനെ ആയാ കുടുങ്ങിപ്പോവും. അതേ സമയത്ത് മട്ടൻ എന്ന് പറഞ്ഞിട്ട് അബുറയ്യാൻ ഉസ്താദ് എന്താ ഉണ്ടാക്കുന്നത്? മട്ടൻ. ആയിക്കോട്ടെ, എന്നാ പിന്നെ മട്ടൻ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും, രണ്ടും ഒത്തുയോജിച്ചു വന്നു. അതാണ് ഈ ആതിഥേയന്റെ ഇതിനനുസരിച്ചുള്ള രൂപം നമ്മൾ പറയണം എന്ന് പറയാനുള്ള കാരണം. രണ്ടും രണ്ട് രൂപത്തിൽ പറയരുത്. അതേപോലെ തന്നെ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവർക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഏതാണോ ഉള്ളത് അത് പിന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതെ, രണ്ടാളെയും ഒരു ദിവസം വിളിക്കണ്ട എന്നാണ് ബാബുസ്ത പറയുന്നത്. അപ്പൊ അതായിരിക്കും ശരി. രണ്ടാളും 2 ദിവസം വിളിക്കാം അല്ലെ? ഒരാളെ മട്ടനും കൊടുക്കാം, ഒരാളെ സാധയും കൊടുക്കാം. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. വീട് പണിയൊക്കെ ഇങ്ങനെ ഉഷാറായി വരുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് പൂർത്തീകരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. റബ്ബ് അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ന് മട്ടനോ ചിക്കനോ എന്താ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. അപ്പം പ്രത്യേകമായ ഒരു ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്നത് ശരിയല്ല. ഇനി അതേ സമയത്ത് വീട്ടുകാരൻ അത്യാവശ്യമായി ഇങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടൂ എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടി അത് ഉണ്ടാക്കാൻ തയ്യാറായിക്കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ തൃപ്തി ഏതാണോ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ കുഴപ്പമില്ല. അതേ സമയത്ത് നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടനുസരിച്ച് അദ്ദേഹത്തിന് ആ രൂപത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഭക്ഷണം ഏതാണോ എന്ന് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അദ്ദേഹം കണ്ടെത്തിക്കൊണ്ട് പറയാ നിങ്ങളിത് ഉണ്ടായിക്കോളെ, നമുക്കത് നല്ല ഇഷ്ടം
എന്ന് പറഞ്ഞ് ആ ആതിഥേയനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണം പറഞ്ഞു കൊടുക്കലും ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പിന്നെ എല്ലാവരോടും നീതി പാലിക്കുക എന്നൊരു സ്വഭാവം നല്ലതാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരോടും നീതി പാലിക്കണം. ഒരു പ്ലേറ്റിൽ ഇപ്പൊ ഒരു സാധാരണ ടേബിളിൽ 4 പേരാണ് കല്യാണത്തിലൊക്കെ ഇരിക്കാറുള്ളത് വിചാരിക്കുക. ആ 4 പേര് ഇരിക്കുന്ന സമയത്ത് ആകെ 2 ചെറിയ പ്ലേറ്റിലാവാം ഇറച്ചി കൊണ്ടുവച്ചിട്ടുണ്ടാവുക, ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ അല്ലെങ്കിൽ കാട പൊരിച്ചത് എന്തോ ആവട്ടെ, അത് കൊണ്ടുവച്ചത് 2 പ്ലേറ്റിൽ. അപ്പൊ 2 പേർക്കാണ് ഒരു പ്ലേറ്റ്. നമ്മുടെ സങ്കല്പിച്ച സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല, 2 പേർക്ക് ഒരു പ്ലേറ്റ്. ഈ പ്ലേറ്റിൽ ആകെ 3 കഷ്ണമുണ്ടെങ്കിൽ 3 കഷ്ണം ഉണ്ടല്ലേ, എന്നാൽ 2 ഞാൻ എടുക്കട്ടെ, 1 അവൻ എടുത്താൽ മതി, ഇത് പറ്റൂല. കൈകൾ 2 പേരും ഓരോന്ന് തന്നെ എടുക്കുക, ഒന്നവിടെ വെച്ചോ. ഇനി അതല്ല, അതുകൂടി നമുക്ക് തിന്നണം, എന്നാൽ നമ്മളെടുത്ത് 50 ആക്കി വലിയ കഷ്ണം മറ്റേയാൾക്ക് കൊടുക്കണം. ആരാണോ ഓരി വെക്കുന്നത് അയാളെക്കാളും വലിയ കഷ്ണം മറ്റേയാൾക്ക് കൊടുക്കണം. അതാണ് ഏറ്റവും നല്ല മാതൃക. ഈ രൂപം നമ്മൾ കണ്ടെത്തണം. അതേസമയത്ത് എല്ലാം തനിക്കാക്കട്ടെ, മറ്റവൻ എന്തായിരുന്നാലും കുഴപ്പമില്ല എന്നൊരു രൂപം ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അത് ശരിയായ ഒരു മാതൃകയല്ല. അപ്പൊ എല്ലാവരോടും ഒരു നീതിയായ ഒരു സ്വഭാവം അവിടെ ഉണ്ടാവും. എല്ലാവർക്കും തുല്യമായി നമ്മൾക്ക് ഓഹരി ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും നീതി കാണിക്കുന്ന രൂപം നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല, ഏറ്റവും നല്ലതാണ്. എന്തൊരു വിഷയമാണെന്ന് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറെ സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്, എന്നാൽ 1 2 എടുത്ത് ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്ത് 2 3 ഒന്നിച്ചു വാരി തിന്നുന്ന സ്വഭാവം ശരിയല്ല. ഉദാഹരണമായി കുറച്ച് കാരക്കയാണ് ഒരാൾ കൊണ്ടുവച്ചത് വിചാരിക്കാം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചത് കുറച്ച് കാരക്കയുണ്ട്, എന്നാൽ സംഗതി കുറെ നമുക്ക് തിന്നാൻ മാത്രം സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വയറ് നിറച്ചും 2 ആൾ തിന്നാലും ബാലൻസ് ഉണ്ടാകും. ഇത്രയും അവിടെ കാരക്ക കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2 എണ്ണം ഒരുമിച്ച് എടുക്കുന്ന ശീലം ഉണ്ടാവാൻ പാടില്ല. 1 എടുത്ത് തിന്ന്, അത് കഴിഞ്ഞിട്ട് 2ാമത്തെ എടുക്കുക. ഈ 2 എണ്ണം ഒന്നിച്ചെടുത്ത് കയ്യിൽ വെച്ച് 1 തിന്ന് പിന്നെ കയ്യിൽ മറ്റേ തിന്നുന്ന ആ ഒരു സ്വഭാവം ചില ആളുകൾക്കൊക്കെ കാണാറുണ്ട്. ഒന്നിച്ചു വാരും, കുറച്ചു നേരം വാരും, പാത്രത്തിൽ നിന്ന് വാരും, എന്നിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ആ സ്വഭാവം ശരിയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നിച്ചെടുത്ത് കഴിക്കുന്നൊരു സ്വഭാവം ശരിയല്ല. കാരക്ക പോലുള്ളവ ഈ 2 എണ്ണം വീതം ഒന്നിച്ചെടുത്ത് കഴിക്കാൻ പാടില്ല എന്ന് കിതാബ് കാണാം. ഫത്തുൽമയിലൊക്കെ ആ വിഷയം പറഞ്ഞു, 2 എണ്ണം ഒരുമിച്ചെടുത്ത് കഴിക്കാൻ പാടില്ല. കൂട്ടമായി ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ അവന് ഓരോന്നെടുത്ത് കഴിച്ചോ, കുഴപ്പമില്ല. അതേസമയത്ത് കുറച്ചേ കൊണ്ടുവച്ചിട്ടുള്ളൂ. ഏകദേശം 10 ആൾ അവിടെ ഉണ്ട്. 10 ആൾ അവിടെ ഉണ്ടെങ്കിൽ 10 ആൾക്കും അത് ഓരി ചെയ്തെത്താൻ കഴിയുന്ന വിധത്തിലാണ് ഉള്ളതെങ്കിൽ നമ്മുടെ അംശം എത്രയാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കുക. മറ്റുള്ളവന്റെ അംശം നമ്മൾ എടുക്കാനേ പാടില്ല. ഇനി ബാക്കി വരുന്ന ഭക്ഷണം, കുറെ ഭക്ഷണം ബാക്കി വന്നാലോ, ആ ബാക്കി വരുന്ന ഭക്ഷണം വിരുന്നുകാരൻ പൊതിഞ്ഞു കൊണ്ടുപോകാൻ പാടില്ല. നല്ല ഏതാനും ബാക്കി വന്നാണ്, ഇത് എനിക്കുള്ള തന്നെയാണ്, നമ്മളെ പൊതിഞ്ഞ് കൈവച്ച് കൊണ്ടുപോകുക, അത് ശരിയല്ല. അതേ സമയത്ത് ഓരോരുത്തർക്ക് ഓരോ പൊതി കൊടുത്തതാ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നിശ്ചയത്തിന്റെ അന്ന് നിശ്ചയം കഴിഞ്ഞാൽ ഒരു പൊതി കൊടുക്കും. ഒരു ഭക്ഷണം ചായ ഉണ്ടാവും, ഓരോരുത്തർക്ക് ഓരോ പൊതിയും കൊടുക്കും. നമ്മൾ ഭക്ഷിച്ചാലും ശരി കൊണ്ടുപോകാൻ ശരി ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകാം, വേണമെങ്കിൽ കൊണ്ടുപോകാം. അവിടുന്ന് കഴിക്കാൻ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് കൊണ്ടുകൊടുക്കാം, ഒക്കെ ചെയ്യാം. അതേ സമയത്ത് അതൊന്നും അല്ല, കൂട്ടമാര് കൊണ്ടുവച്ചാണ്. എന്നാൽ എന്റെ ഏതായാലും ഞാനൊരു ലഡുവും പിന്നെ ഒരു ജിലേബിയും ഒരു ചെറിയൊരു ബിസ്ക്കറ്റും ഞാൻ എന്റെ ഓരിയായിട്ട് എനിക്കുണ്ട് എന്ന് വിചാരിക്കും. ഒരു ലഡു ഉണ്ട്, ഒരു ജിലേബി ഉണ്ട്, ഒരു ചെറിയൊരു ബിസ്ക്കറ്റും എനിക്കുണ്ട്. ഇതെന്റെ തന്നെ, എനിക്ക് വേണമെങ്കിൽ അത് തിന്നാം. എന്നാൽ അങ്ങനെ ഞാൻ തിന്നാൻ വേണ്ടി വിചാരിച്ച ഒരാളാണ്, എന്റെ ഓരിയാണ് അതുള്ളതെങ്കിൽ അത് ഓരി മാത്രമേ ഞാൻ എടുത്ത് വല്ല കവറിലാക്കി കൊണ്ടുവരാൻ പറ്റുമോ? അതും പറ്റൂല. അവിടെ തിന്നാണല്ലോ ഓക്കെ. അവിടെ നിന്ന് നമ്മൾ ആ കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് ജിലേബി തിന്നാം, ലഡു തിന്നാം, ബിസ്ക്കറ്റ് തിന്നാം. ഇതേതായാലും എനിക്കുള്ളത് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അത് പൊതിഞ്ഞു കൊണ്ടുവരാൻ പാടില്ല. കാരണം അത് പൊതുമറ്റ് അവിടെ തിന്നാൻ വേണ്ടി തന്ന സാധനമാണ്. അതേസമയത്ത് നമുക്കൊരു പൊതിയായിട്ട് തന്നതാണ്, നിങ്ങൾക്ക് വേണേൽ തിന്നാം, കൊണ്ടുപോകാൻ എന്തും ചെയ്യാം, നിങ്ങൾക്ക് ഓരിയാണെന്ന് പറഞ്ഞ് ഓരോരുത്തർക്ക് ഓരോ പൊതി തന്നതാണെങ്കിൽ നമുക്ക് തിന്നുകയും ചെയ്യാം, വേണമെങ്കിൽ കൊണ്ടുപോരുകയും ചെയ്യാം, എന്തും ചെയ്യാം, അതിനൊരു പ്രശ്നവുമില്ല. അതേസമയത്ത് വീട്ടുകാരൻ പറഞ്ഞു അവിടെ ബാക്കി വെക്കണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ വിഷയമൊന്നുമില്ല. വീട്ടുകാരൻ തൃപ്തിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിരുന്നുകാരൻ അങ്ങനത്തെ ഒന്നും പൊതിഞ്ഞ് കീസിൽ നിന്നാക്കി വരാൻ പാടില്ല. പിന്നെ എന്റെ വാക്യ തങ്ങൾക്കുട്ടി
എന്നെ കൊണ്ട് തീറ്റിക്കൂല എന്ന് മബാർസക്കാഫിന്റെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതൊരു ഐഡിയ ആയിരുന്നു. എന്റെ ബാക്കി തങ്ങൾക്കൊട്ടും കൊണ്ട് ഞാൻ തീറ്റിക്കൂല എന്ന് പറഞ്ഞ മാതിരി ഒന്നും ചെയ്യരുത്, അവൻ കൊണ്ടുവരുന്ന കാര്യം ശരിയല്ല, കൊണ്ടുവരാനേ പാടില്ല. പരിസരത്ത് അവിടെ അടിച്ചുവിടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതൊന്നും ഒരിക്കലും നമ്മളതാണെങ്കിൽ തന്നെ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. എല്ലാം കഴിഞ്ഞോട്ടെ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതിനോട് ബാക്കി ബാലൻസ് വന്നാണ്. അപ്പൊ അത് തീർക്കണം. അത് നമ്മൾ തീർക്കല്ലാണ്ട് ആ വീട്ടുകാരനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. ചിലപ്പോൾ നമ്മളൊക്കെ പരിപാടി കഴിച്ചാൽ ഒരുപാട് ഭക്ഷണത്തിന് ബാക്കി വന്നു വിചാരിക്കാം. അപ്പൊ അത് ഭക്ഷണം ആരെങ്കിലും കൊണ്ടുപോയി തീർത്താൽ അത് വീട്ടുകാരന് ഉപകാരമാണ്. അല്ലെങ്കിൽ കുഴിച്ചു മൂടേണ്ടി വരും. ഈ ഒരു ഘട്ടമാണെങ്കിൽ വേഗം കവറെടുക്കുക, കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ കൊണ്ടുപോയാൽ നമ്മൾ കൊണ്ടുപോയൊക്കെ ചെയ്യാം. അതൊക്കെ പരിപാടി കഴിഞ്ഞിട്ടേ ചെയ്യാവൂ. പരിപാടി തുടങ്ങുമ്പോഴേക്ക് എല്ലാം വാരിയിടുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എവിടെ പോയാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും നമ്മൾ അവിടുന്ന് അവരനുവാദമില്ലാതെ ഒന്നും വാരിക്കൊണ്ടുവരുത്. ഇനി അനുവാദം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. 25 ആൾ ഒരു പരിപാടിക്ക് പങ്കെടുത്തു. 25 ആളാണ് ഒരു പരിപാടിക്ക് പങ്കെടുത്തത്. അവിടെ നമ്മൾ ചട്ടിയിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 30 ആൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഒരു 10 ആൾ കഴിച്ചപ്പോഴേക്ക് വീട്ടുകാരൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോവുകയല്ലേ അതിന് വീട്ടിൽ, അപ്പൊ അല്പം എടുത്ത് നിങ്ങൾ വീട്ടുകാർക്ക് അല്ലെ മക്കൾക്കൊന്ന് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അല്പം ഇവിടെ നിന്ന് എടുത്താൽ മറ്റു ബാലൻസ് ഉള്ളത് ഈ വരുന്ന 15 ആൾക്ക് അല്ലെങ്കിൽ കഴിക്കാൻ ബാക്കി എത്രയുണ്ടോ ആ ആൾക്ക് തികയുന്ന ഭക്ഷണം ഇതിലുണ്ടോ നമ്മളൊന്ന് നോക്കണം. വീട്ടുകാരെ നമ്മൾ എടുക്കാൻ പറഞ്ഞാൽ തന്നെ നമ്മൾ നോക്കണം. നമ്മളിത് കൊണ്ടുപോയാൽ ഇവിടെ വന്ന അതിഥികളുടെ മുമ്പിൽ ഈ വീട്ടുകാരൻ വഷളാകുമോ? വഷളുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും എടുക്കാൻ പാടില്ല. നമ്മളോട് വീട്ടുകാരൻ കൊണ്ടുപോയിക്കണം പറഞ്ഞല്ലേ, അതേ കൊണ്ടുപോകാൻ പറഞ്ഞാണ്. എന്നാലും നമ്മൾ ഇതെടുക്കാൻ പാടില്ല. കാരണം എടുത്താൽ ആ വീട്ടുകാരൻ മറ്റുള്ള ആളുകളുടെ ഇടയിൽ വഷളാകുന്ന ഒരു രൂപം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കരുത്. അതെടുക്കാതെ പോരുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അല്പം വെയിറ്റ് ചെയ്യുക. അവരോട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അല്പം എടുത്തോ കൊണ്ടുവന്നോ പിന്നെ വീട്ടുകാരനെ ചോദിക്കണമില്ല. അവിടെ ആളുകളൊക്കെ അതിൽ കഴിഞ്ഞ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് എന്നാൽ ബാലൻസ് ഉണ്ട്. എന്നാ പിന്നെ വീട്ടുകാരെ ആദ്യം പറഞ്ഞിരുന്നു, നിങ്ങൾ എടുത്തോളാം ആദ്യം പറഞ്ഞാണ്, സമയം തന്നാണ്. എന്നാ പിന്നെ രണ്ടാമത്തെ സമയത്തിന് ആവശ്യമില്ല. എല്ലാ അതിഥികളും തിന്നു കഴിഞ്ഞ് തോന്നിയാൽ പിന്നെ എടുക്കാം, നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടുപോരുകയും ചെയ്യാം. അതല്ലാതെ നമ്മൾ കൊണ്ടുപോരുന്ന ഒരു കാര്യം ശരിയല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിച്ചു പോകുന്നവളാണ്. അവിടെ കുറേ നിൽക്കുന്ന സ്വഭാവം ശരിയല്ല. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കുറേ അവിടെ തിരിഞ്ഞ് കളിക്കുന്ന സ്വഭാവം ശരിയല്ല. മറ്റേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ഈ പരിപാടി തീരെ ശരിയല്ല. അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്ന പരിപാടി ശരിയല്ല. പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു പോരണം. അതേ സമയത്ത് ആ വീട്ടുകാരന്റെ തൃപ്തി എന്താണ്? അവൾ ഭക്ഷണം കഴിച്ച് അവിടെ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കലാണ്. ആ വീട്ടുകാരന്റെ സംതൃപ്തി, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അല്പം ഇരുന്ന് സംസാരിക്കാം. അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് നമുക്ക് ഇരിക്കാം. എപ്പോഴെന്നറിയോ? കുറഞ്ഞ സമയം നമുക്ക് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാനുള്ള സമയം വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സമയമില്ല. ഒരു സ്ത്രീകൾ മാത്രമുള്ള വീടാണ്. എന്നാൽ അവിടെ നമുക്ക് ഫാത്തിഹ ദുആക്കാൻ ഇരിക്കണമെന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ സലാം പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അവിടെ അൽഹംദുലില്ലാ ചൊല്ലി തിരിച്ചു പോരാം. അതാണ് പറഞ്ഞല്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോരാം. അവിടെ കൂടുതൽ നേരം നമ്മൾ ദുആരിക്കാനല്ലേ. എന്നാൽ നമ്മൾ ഇരിക്കാതിരിക്കലാണ് ഏറ്റവും ഹൈർ. കാരണം അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി. അപ്പൊ ദുആ ഏറ്റവും നല്ല ജീവിച്ചാലുള്ള ഏറ്റവും നല്ല ദുആ ഏതാണ്? അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി. അതാണ് ഏറ്റവും വലിയ ദുആ. നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ തന്നെ എല്ലാം അതിൽ ഉൾപ്പെട്ടു. അതേ സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് സൗകര്യമുണ്ട്, ഏറ്റവും നല്ലതുമാണ്, വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. എന്നാൽ ഫാത്തിഹ ഓതി, സൂറത്തുൽ ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനി ഓതി എന്ന് ചെറിയൊരു ദുആ വീട്ടുകാർക്ക് ബർക്കത്തുണ്ടാവാൻ വേണ്ടി, ഭക്ഷണം കഴിച്ച ഭക്ഷണം ഹലാല ഭക്ഷണമായി കിട്ടാൻ വേണ്ടി, വീട്ടുകാർക്ക് സുഖമുണ്ടാവാൻ വേണ്ടി, ഞാൻ നമുക്ക് കഴിയുന്ന നല്ല കുറച്ച് ദുആകൾ, കുറച്ചായിരിക്കണം, കൂടുതലാവണമെന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി കുടുങ്ങിപ്പോയി. ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഈ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞൊരു ദുആ അവിടെ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ദുആ നിർത്തണ്ടേ? ഞാൻ വിചാരിച്ചു പടച്ചോനെ ഈ ദുആ സദസ്സൊക്കെ ഉണ്ടല്ലോ, നമ്മള് പ്രാർത്ഥനാ സദസ്സിലൊക്കെ പങ്കെടുത്ത മാതിരി, ഇതെന്താണ് റബ്ബേ ഇത് തീർന്നു കിട്ടിയാ പോവായിരുന്നു എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ദുആ ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദുആ ചെയ്യുമ്പോൾ മോചിതായിരിക്കുക, ആശയങ്ങൾ ഉൾക്കൊണ്ട് കുറഞ്ഞ ചെറിയ ദുആ മതി. ഇത് കഴിഞ്ഞാൽ പോകാൻ വേണ്ടി തിരക്കുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരാരെയും ബുദ്ധിമുട്ടിക്കുന്ന ദുആ ഉണ്ടാവാൻ പാടില്ല. അത്യാവശ്യമുള്ള ചെറിയ ദുആ, നല്ലതായിരിക്കും, നല്ല വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്. എന്തെങ്കിലും കുറേ മാലപ്പടക്കം പോലെ കെട്ടിത്തൂക്കിയ ദുആകളൊന്നും വേണ്ട. നമ്മൾ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച മഹാന്മാർ ചെയ്തു പോരുന്ന നല്ല ദുആകൾ
അല്പമെങ്കിലും അത് ദുആ ചെയ്ത് പോരുക. വീട്ടുകാർക്ക് സന്തോഷമാവും. നമ്മൾ ഉസ്താദിന് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ ഇന്നാക്ക് ഭക്ഷണം കൊടുത്തു, അയാൾ ദുആ ചെയ്തല്ലോ, വീട്ടുകാരന് സന്തോഷമാണ്. ഈ രൂപത്തിലൊരു രൂപം നമുക്കുണ്ടാവൽ ഏറ്റവും നല്ലതാണ്. പ്രാർത്ഥന നടത്തിക്കൊണ്ട് വരണം. മുആവിയത്തുബ്നു ഖുർറാ റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്കൊരു മകൻ അഥവാ ഇയാസ് എന്ന മകൻ എനിക്ക് ജനിച്ച സമയത്ത് കുറെ സഹാബികളെ വിളിച്ച് ഞാൻ സദ്യ നൽകി. പിരിഞ്ഞു പോകാനൊരുങ്ങിയപ്പോ അവർ നല്ലപോലെ വീട്ടിൽ നിന്ന് ദുആ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ ആമീൻ പറയണം. ശേഷം കുട്ടിയുടെ ദീനിന്റെയും ബുദ്ധിയുടെയും മറ്റുമൊക്കെ കാര്യങ്ങൾക്ക് ഞാൻ ദുആ ചെയ്തു. അന്നത്തെ ആ പ്രാർത്ഥനയുടെ ഫലം ഇന്നും ഞാൻ കാണുന്നുണ്ട് എന്ന് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പൊ ആ രൂപം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ദുആ ചെയ്യാം, വീട്ടുകാരൻ ദുആ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീട്ടുകാരൻ മുല്ലേരാണ്, മറ്റൊരു നടന്മാരാണ്. അപ്പോ മറ്റൊരു ദ്വാരക്കെട്ടഞ്ഞത് കാത്തിക്കണ്ട, വീട്ടുകാരൻ ദുആ ചെയ്യാം, മറ്റുള്ള ആമീൻ പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുക എന്നുള്ളത് നല്ലതാണ്. ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് കാണാം, റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹു അങ്ങയുടെ ഈ ചെറിയ വൃത്യനായ അനസിന് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഈ അനസ് എന്ന ഈ മകന് നീ സമ്പത്ത് നൽകണേ, സന്താനങ്ങളും അധികരിക്കണേ, ദീർഘായുസ് നൽകണേ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതുപോലെ തന്നെ പാവവചനം കുട്ടിക്ക് നൽകണേ ദുആ ചെയ്തു. ഇങ്ങനൊക്കെ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഫലിച്ചു എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. 103 പേരെ ഞാൻ ഖബറടക്കം ചെയ്തിട്ടുണ്ട്. എന്റെ തോട്ടത്തിൽ ഓരോ വർഷവും 2 പ്രാവശ്യം വിളവെടുപ്പ് നടന്നിരുന്നു. ജനങ്ങൾക്കിടയിൽ ലജ്ജ തോന്നും വിധം ഞാൻ ദീർഘായുഷ്ഠനായി ജീവിച്ചിട്ടുണ്ട്.